യെസ്, അപ്പോൾ മറ്റൊരു വാർത്താ ദിനം അതിന്റെ പരിസമാപ്തിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. അതെ, തുടങ്ങാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. നാടെങ്ങും മഴയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, ഈ നമ്മുടെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കുട്ടികളും ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും എല്ലാം ഏത് ജില്ലയ്ക്കാണ് അവധി, നാളെ സ്കൂളുണ്ടോ തുടങ്ങിയ പതിവ് ചോദ്യങ്ങൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെയുള്ള മറ്റ് വാർത്തകളും ഒപ്പം വിശദാംശങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ടു. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. അതെ, മഴയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തന്നെയാണ് ആദ്യം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ, പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കരുവൻതുരുത്തിലും കൊയിലാണ്ടിയിലും തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 6 പേരെ രക്ഷപ്പെടുത്തി. മരങ്ങൾ കടപുഴകിയും പലയിടങ്ങളിലും അപകടങ്ങളുണ്ടായി. വനത്തിൽ ഉരുൾപൊട്ടിയതോടെ ആനക്കാംപൊയിൽ ഇരുവഞ്ഞിപ്പുഴയിലും കൂടരഞ്ഞി കൂമ്പാറപ്പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഫറോക്ക് കരുവന്തുരുത്തിയിൽ മണലെടുക്കാൻ പോയ തോണിമറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കൊയിലാണ്ടിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെയും കരയ്ക്കെത്തിച്ചു. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ചെറുപുഴ പ്രാപ്പൂലിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. കൂടക്കാട്ട് കത്രീന എന്ന 72 വയസ്സുകാരിക്ക് പരിക്കേറ്റു. തലശ്ശേരി മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ കൂട്ടുപുഴ വളവുപാറയിൽ മണ്ണിടിഞ്ഞതിനാൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ണൂർ അടയ്ക്കാത്തോട് മലവെള്ളപ്പാച്ചിലുണ്ടായി. കൊട്ടിയൂർ, മന്നഞ്ചേരി, ചെട്ടിയാമ്പറമ്പ് എന്നിവിടങ്ങളിലെ 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. മലപ്പുറം കരുളായിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടെ 2 കാട്ടാനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. മറ്റാനകളെത്തി ഇവയെ രക്ഷപ്പെടുത്തി. മലപ്പുറം ചങ്ങരംകുളം ചിയാനൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. ചിയാനൂർ കൈപ്രവളപ്പിൽ കോതയുടെ വീട് ഭാഗികമായി തകർന്നു. നിലമ്പൂർ മുപ്പിനിയിൽ പാലം മുങ്ങി. ഇതുവഴി ഗതാഗതം നിരോധിച്ചു. കൊണ്ടോട്ടി ഒളവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു. തിരുവനന്തപുരം വിതുര ബോണക്കാട് റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂർ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതം തുറന്നു. ന്യൂസ് ഡെസ്ക് 24. യെസ്, അപ്പോൾ എല്ലായിടത്തും ശക്തമായ മഴയുണ്ട്. ഇപ്പോഴും ആ മഴ പലയിടങ്ങളിലും തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായി മഴ പെയ്തത്, തീവ്രമായി മഴ പെയ്തത് വയനാട് ജില്ലയിലാണ്. അതായത് മേപ്പാടി പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുണ്ടക്കായി, പൂഞ്ചേരി മട്ടത്ത് മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. മേപ്പാടി ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരം ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. മേപ്പാടി വെള്ളരിമല വില്ലേജിലാണ് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയത്. കള്ളാടി, പുത്തുമല എന്നിവിടങ്ങളിൽ 202, 200 മില്ലിമീറ്റർ മഴ പെയ്തു. മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടത്ത് 2019 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് പുലർച്ചെ മലയിടിഞ്ഞു. ഇതോടെ ചൂരൽ മലപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. 2020 ഓഗസ്റ്റ് 7 2 വീട് ഫുള്ളായിട്ട് പോയി. ഭാഗികമായിട്ടൊരു വീട് നഷ്ടപ്പെട്ടു. അത് ഇതേ സ്ഥലമാണ്, സ്പോട്ടാണ്. പക്ഷേ ഇന്നലെ രാവിലെ 2:30 മുതൽ മഴ കനത്തു. ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണിയായിരുന്നു. എല്ലാവർക്കും പേടി. എല്ലാവരും പരസ്പരം കരച്ചിലും പറച്ചിലും. വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല, മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു. ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ റിസോർട്ടുകൾക്ക് മാറ്റി. സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും. പ്രദേശവാസികളെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. മലയോരത്തുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ഇതിനടുത്ത മേഖലയാണ്. കള്ളാടിപ്പുഴയിലും നീരൊഴുക്ക് ശക്തം. ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മേപ്പാടി പ്രദേശത്തെ സാഹസിക വിനോദസഞ്ചാരത്തിന് നിരോധനമേർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ 8 മണിക്ക് തുറക്കും. പ്രദേശവാസികളും പുഴയോരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. സെക്കൻഡിൽ 8.5 ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുക. 24 വയനാട്.
ഈ മേപ്പാടി പ്രദേശമൊന്നും നമ്മുടെ പ്രേക്ഷകർ മറന്നിരിക്കാൻ ഇടയില്ല എന്നാണ് തോന്നുന്നത്. പുത്തുമല ഒക്കെ ഉള്ള ആ മേഖലയാണ്. എന്തായാലും ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്നത് ശക്തമായ കുത്തൊഴുക്കുണ്ട്, ശക്തമായ മഴ ആ മേഖലയിൽ പെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാം, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് അവധി. അപ്പോൾ വിശദമായ ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് നാളത്തെ അവധി. കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും അവധിയാണ്. കോളേജുകളിൽ ക്ലാസ് ഉണ്ടാകും. കണ്ണൂരിൽ ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേളകം പഞ്ചായത്തിലും തലശ്ശേരി, ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലുമാണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും അഭിമുഖത്തിനും മാറ്റമില്ല. അപ്പോൾ ഏതൊക്കെ ജില്ലകളാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. അപ്പോൾ അതാണ് 7 ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനി സംശയങ്ങളില്ല. കൂടുതൽ പേര് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആലപ്പുഴയിലൊക്കെ അവധി ഉണ്ടോ എന്നുള്ളത്. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളെയാണ്. കോട്ടയത്ത് നിന്നും ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട് അവധി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് പോകണം. ഇടുക്കിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മുതിരപ്പുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. നേര്യമംഗലം കട്ടപ്പന സംസ്ഥാന പാതയിൽ കീരിത്തോടിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിമാലി രാജാക്കാട് റോഡിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനു സമീപം മണ്ണിടിഞ്ഞിട്ടുണ്ട്. എസ് വളവിൽ കൃഷിയിടത്തിൽ ഉരുൾപൊട്ടലുണ്ടായി. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, എന്താണ് അതിലുള്ള സാഹചര്യം? ആ മേഖലയിൽ എത്ര നേരമായി ഇതുപോലെ കനത്ത മഴ പെയ്യുന്നുണ്ട്? ഈ മണ്ണിടിച്ചിൽ മേഖലയിലൊക്കെ ഇപ്പോഴും ആശങ്കയുണ്ടോ? അവിടുന്ന് ആൾക്കാർ മാറി താമസിക്കേണ്ട കാര്യമുണ്ടോ? പ്രജിൻ, ഞാൻ പ്രവിത, ഇടുക്കിയിൽ എന്തായാലും വ്യാപകമായിട്ട് മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 5 മണി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുറന്നിട്ടില്ല. ഹൈറേഞ്ച് മേഖലയിൽ പരക്കെ തൊടുപുഴയിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നേര്യമംഗലം കട്ടപ്പന സംസ്ഥാന പാതയിൽ കീരിത്തോടിനും അതുപോലെ തന്നെ പകുതിപ്പാലത്തിനും ഇടയിലാണ്. മറ്റൊന്ന് വെള്ളത്തോൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ്. ഇവർ രണ്ടിടത്തും ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ്. മണ്ണ് മാറ്റാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, വെള്ളത്തോൽ എസ് വളവിന് സമീപം കൃഷിയിടത്തിൽ ഉരുൾപൊട്ടി. ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി മൂന്നാറിലേക്ക് പോയാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ മണ്ണും കല്ലും ഉൾപ്പെടെ റൂട്ടിലേക്ക് വീണ് കിടക്കുകയാണ്. ദേവികുളത്ത് പെരിയകനാൽ വെള്ളച്ചാട്ടം വരെ 3 ഇടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന വിധത്തിലേക്ക്, ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട്. ഹൈഡ്വർക്ക് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ്. പഴയ മൂന്നാർ റോഡിലും വെള്ളം കയറി. സ്പോർട്സ് ഗ്രൗണ്ട് മേഖലയിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാർ മേഖലയിൽ ഒരല്പം കൂടുതൽ ഈ മഴക്കെടുതി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മഴയുടെ ഒരു പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്നും. ഇപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിലും കണ്ടു, നിങ്ങൾ അർജുനെ മറക്കുകയാണോ എന്നുള്ളത്. അർജുനെ മറന്നതല്ല, കാര്യമായ ഡെവലപ്മെന്റ്സ് ആ വാർത്തയിൽ ഇന്നു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ തെരച്ചിൽ ഇന്ന് ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ള അനിശ്ചിതത്വങ്ങളുണ്ട് ഇന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല തെരച്ചിൽ എന്നതാണ് യാഥാർത്ഥ്യം. അതെ, രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നേവി സംഘം പുഴയിൽ പരിശോധന നടത്താതെ മടങ്ങുകയായിരുന്നു. രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം. ഷിരൂർ ദൗത്യത്തിന്റെ 14ാം ദിനം. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചാലും ദൗത്യസംഘങ്ങൾ മേഖലയിൽ തുടരുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. എന്നാൽ അപകട സ്ഥലത്തുള്ളത് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു JCBയും 3 പോലീസ് ഉദ്യോഗസ്ഥരും മാത്രം. അടിയൊഴുക്ക് പരിശോധിക്കാനെത്തിയ നാവികസേനാംഗങ്ങൾ പുഴയിലിറങ്ങാതെ മടങ്ങി. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന് അർജുന്റെ കുടുംബം. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു, അത് ഇനിയില്ല, അവർക്ക് ഇനി ഉണ്ടാകാം, പക്ഷെ അത് കണ്ടെത്താൻ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിരൂരിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ദൗത്യം തുടരണമെന്ന് റിട്ടയർഡ് മേജർ M. ഇന്ദ്രബാലൻ 24നോട് പറഞ്ഞു. When we say contact point 4, that has the highest probability of having the truck. 4 points ഏതെങ്കിലും ഒരു ട്രക്ക് 100% ആണ്. ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ
തൃശൂരിൽ നിന്നുള്ള ടെക്നിക്കൽ സംഘം ഷിരൂരിലെത്തും. 6 നോട്ടിൽ കൂടുതൽ അടിയൊഴുക്കുള്ള ഗംഗാവലിയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കത്തിനും വെല്ലുവിളികളേറെ. 24 ഷിരൂർ. അപ്പോൾ ആകെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഡ്രഡ്ജർ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുന്നതിലും എങ്ങനെയാണ് ആ യന്ത്രം അവിടെ എത്തിക്കുക എന്നതിലൊക്കെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കുടുംബത്തിന്റെ സങ്കടം അതിപ്പോഴും അതുപോലെ ഉണ്ടല്ലോ. ഏറ്റവും വലിയ വെല്ലുവിളി അവിടുത്തെ കാലാവസ്ഥയാണ്. 20 ദിവസം ശക്തമായ മഴ തുടരും എന്നാണ് MLA തന്നെ ഇന്നലെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചാൽ പോലും ഈ ശക്തമായ കുത്തൊഴുക്കിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകാൻ പറ്റും എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇനിയും ഒരു അനാസ്ഥ ഉണ്ടാകരുതെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വാർത്തകൾ കൂടി നോക്കാം. ഇന്നിപ്പോൾ ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി സഭയിൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതാണ് പ്രധാനപ്പെട്ട വാർത്ത. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീരരുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണെന്നൊക്കെ രാഹുൽ ഗാന്ധി ഇന്ന് ആരോപണം ഉന്നയിച്ചു. സഭയിൽ പക്ഷേ വലിയ ബഹളമുണ്ടായി. സ്പീക്കറും രാഹുൽ ഗാന്ധി തമ്മിൽ പോലും വാക്ക് തർക്കവുമുണ്ടായി. അങ്ങനെ പ്രതിപക്ഷ പോര് അത് ഇന്ന് വലിയ രീതിയിൽ നമ്മൾ കാണുകയും ചെയ്തു സഭയിൽ. ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾ ഏതാണ്ടെല്ലാം ട്രഷറി ബെഞ്ചിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ, അജിത് ഡോവൽ, മോഹൻ ഭാഗവത് തുടങ്ങിയവർ സൃഷ്ടിച്ച ചക്രവ്യൂഹത്തിലാണ് രാജ്യം. A1, A2 എന്നിങ്ങനെ അംബാനിയെയും അദാനിയെയും സൂചിപ്പിച്ച് അവർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നയങ്ങളെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. सर इनके पास हिंदुस्तान के धन की मोनोपोली है, तो सर मैं समझ नहीं पा रहा हूँ इनके बारे में मैं इंडिकेट कैसे करूँ. इनके बारे में बोलना तो पड़ेगा सर. स्पीकर सर, मैं समझता हूँ मंत्री जी को अदानी जी और A1 एंड A2 की रक्षा करनी है, मैं समझता हूँ. नो प्रॉब्लम. वो सर ऊपर से ऑर्डर आया है सर ऊपर से ऑर्डर आया है सर, मैं समझता हूँ, मैं इस पर कोई टिप्पणी नहीं करूँगा. രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നികുതി ഭീകരവാദം രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്നു. തൊഴിലില്ലാത്തവർക്കായി ബഡ്ജറ്റ് ഒരാശയവും മുന്നോട്ട് വെച്ചില്ല. കോർപ്പറേറ്റുകൾക്ക് നൽകിയ ഇളവുകൾ കൊണ്ട് രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ധനമന്ത്രിക്കൊപ്പം ഉദ്യോഗസ്ഥർ ബജറ്റിന്റെ ഹൽവ പാചകം ചെയ്യൽ ചടങ്ങിൽ പങ്കെടുത്ത ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം സ്പീക്കറുമായുള്ള വാഗ്വാദത്തിൽ കലാശിച്ചു. फोटो दिखा रहा हूँ, एक फोटो दिखा रहा हूँ. एक मिनट, आपने टीवी ऑफ कर दिया सर? नो टीवी कोई ऑफ नहीं है. वो देखिए सर, ऑफ हो गया. मेरा फोटो दिखा, कोई नहीं ऑफ था सर. ऑफ है सर. नो सर दिखाइए सर. तो मेरी ये अपेक्षा रहती है कि सर ये देखिए सर, बंद होगी. आप सदन की मर्यादा को रहे. सर जब भी मैं उसको हटाना चाहता हूँ मुझे ये करना है सर. वो देखो आगे. പാർലമെന്റിൽ ഇന്നു മുതൽ മാധ്യമങ്ങൾക്ക് കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു. ബഡ്ജറ്റ് ചർച്ചകൾ ഉപസംഹരിച്ച് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി പറയും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. രജൻ, കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശക്തമായൊരു പ്രതിഷേധം അത് പാർലമെന്റിൽ വന്നത് കാണാൻ കൂടിയുണ്ട്. എന്തായാലും ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ അത് കാണുന്നുണ്ട്. ഒരു വലിയ ശക്തമായ പ്രതിപക്ഷ നിര ഇത്തവണ ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ പ്രക്ഷുബ്ധമാകും സമ്മേളനം എന്ന് പറയാതെ വയ്യ. മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും എളുപ്പമല്ല എന്നുള്ളത് ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായത്. പെട്ടെന്നൊരു തീരുമാനമെടുക്കുക വയ്യ. അപ്പോൾ അത് വരും ദിവസങ്ങൾ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വലിയ മഴയുണ്ട് ഒരു ഭാഗത്ത്. മഴയത്ത് നമുക്കറിയാം പനിക്കാലം കൂടിയാണ്. അപ്പോൾ ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നമ്മളെ അല്പം ഒന്ന് ആശങ്കപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്. അതിലേക്കാണ് ഇനി. അതെ, കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പുതുച്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് 4 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്കുള്ള കൂടുതൽ മരുന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ആശുപത്രി വിട്ടു എന്നുള്ളത് ആശ്വാസ വാർത്തയുമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഒരു ആശങ്ക വാർത്ത, മറ്റൊന്ന് ആശ്വാസ വാർത്ത എന്ന രീതിയിൽ പറയാം. റിപ്പോർട്ട് വേണം. 4 വയസ്സുകാരൻ കഴിഞ്ഞ 10 ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രാഥമിക പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയെങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പുതുച്ചേരിയിലെ ലാബിലേക്ക് സാമ്പിൾ അയച്ചത്. ഈ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ കുട്ടിക്ക് നൽകുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം നേരത്തെ രോഗം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുട്ടി മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള കൂടുതൽ മരുന്ന് ജർമ്മനിയിൽ നിന്നെത്തിച്ചു. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനു വേണ്ടിയുള്ള
മരുന്ന് ശ്രീ ഷംസീർ വയലിൽ VPS ഗ്രൂപ്പ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തനായി. തൃശൂർ സ്വദേശി 12 വയസ്സുകാരനാണ് ഇന്ന് ആശുപത്രി വിട്ടത്. ജൂൺ 1-ാം തീയതിയാണ് കുട്ടിക്ക് രോഗം ബാധിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടി ജൂൺ 16 മുതൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ അങ്ങനെയാണ് ഈ സമീപകാലത്താണ് ഇത്രയധികം അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഈ നീന്തൽ കുളങ്ങളിലൊക്കെ പോകുമ്പോൾ അത് സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സിന്ധുദുർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വനത്തിനുള്ളിൽ ഒരു വിദേശ വനിതയെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. അപ്പോൾ ആകെ മൊത്തം ഒരു ദുരൂഹത നിറഞ്ഞ സംഭവമാണ്. മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് ഈ സ്ത്രീയെ കണ്ടെത്തിയത്. പോലീസ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിന്ധുദുർഗിലെ വനത്തിനുള്ളിൽ കാലിമേക്കാൻ പോയവരാണ് ശനിയാഴ്ച വൈകിട്ട് സ്ത്രീയെ കണ്ടെത്തുന്നത്. കരച്ചിൽ കേട്ട് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് എല്ലും തോലുമായ നിലയിൽ സ്ത്രീയെ കാണുന്നത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ആദ്യം സാവന്ത്വാടി ആശുപത്രിയിലേക്കും അവിടെ നിന്ന് ഗോവ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ഇവരിൽ നിന്ന് ഒരു അമേരിക്കൻ പാസ്പോർട്ടും ആധാർ കാർഡും കണ്ടെത്തി. പാസ്പോർട്ട് വിവരമനുസരിച്ച് വിസ കാലാവധി 10 വർഷം മുമ്പ് അവസാനിച്ചതാണ്. പിന്നീട് അനധികൃതമായി ഇന്ത്യയിൽ തുടർന്നതാവാനാണ് സാധ്യത. ആധാർ കാർഡ് കിട്ടിയതിനെക്കുറിച്ചും ദുരൂഹതയുണ്ട്. ആധാർ വിവരം അനുസരിച്ച് ലളിത കായ് എന്നാണ് ഇവരുടെ പേര്. 50 വയസ്സുണ്ട്. തമിഴ്നാട് വിലാസമാണ് നൽകിയിരിക്കുന്നത്. മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്ന ഇവരിൽ നിന്ന് പോലീസിന് വിശദമായ മൊഴി എടുക്കാനായിട്ടില്ല. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 40 ദിവസത്തോളമായി എന്നും താൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും അവശനിലയിൽ ഇവർ എഴുതി നൽകിയിട്ടുണ്ട്. ഭർത്താവാണ് തന്നെ കാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടതെന്നും പറയുന്നു. ഇക്കാര്യങ്ങളിലൊന്നും പോലീസിന് സ്ഥിരീകരണമില്ല. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. 24 മുംബൈ. ഇത്തരം വാർത്തകളൊക്കെ ഞെട്ടലോടെ അല്ലാതെ കാണാൻ സാധിക്കില്ല. എന്തായാലും ഇത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിന്റെ സത്യാവസ്ഥ ഉടൻ തന്നെ പോലീസ് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്. അപ്പോൾ ഇനി നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഉണ്ട്. ഒരുപാട് നമ്മുടെ എന്നും ഉള്ള പ്രേക്ഷകരുണ്ട്, അതല്ലാതെ പുതിയ ഒരുപാട് പ്രേക്ഷകരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. എല്ലാവരും അവധിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കോളേജിനും അവധി തന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞ് ജസീം അഹമ്മദ് കൈകൂപ്പുന്നുണ്ട്. ഏത് ജില്ലക്കാരനാണെന്ന് ജസീം വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ കോട്ടയത്ത് അവധി വേണം, കോട്ടയം ശക്തമായ മഴയാണെന്ന് ഹരിത ഡിജിറ്റൽ മീഡിയ മണിമല എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് വരുന്നുണ്ട്. പൊടിമോൻ ചക്കാലയിൽ പറയുന്നു, ഹായ് പ്രസിഡന്റ് പ്രവിത, ആഹാ അടിപൊളി, ഇന്ന് പാട്ടോടുള്ള തുടക്കം സൂപ്പറായിരുന്നു. തമ്പുരാനെ എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്കൊന്ന് നമ്മൾ കുറച്ച് ദിവസം പാട്ടൊക്കെ മാറ്റി വെച്ച് വളരെ സീരിയസ് ആയി ഷിരൂരിൽ നിന്നുള്ള വാർത്തകൾ മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ പതിവ് ഫോമാറ്റിലേക്ക് നമ്മൾ ഇന്നാണ് തിരിച്ചു വന്നത്. അപ്പം മറ്റ് ജില്ലകളിൽ അതിശക്തമായ മഴ, എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ഇതിലിപ്പം മഴയില്ലാത്ത ജില്ല ഏതാണെന്ന് പറയുന്നതായിരിക്കും എളുപ്പം. കാരണം എല്ലാ ജില്ലയിൽ നിന്നും അതിശക്തമായ മഴ എന്ന് പറഞ്ഞിട്ടാണ് കമന്റ്സ് എല്ലാം വരുന്നത്. തിരുവനന്തപുരത്തും കോട്ടയത്തും അതിശക്തമായ മഴയെന്ന് പറയുന്നുണ്ട്. അവിടെ അവധി വേണമെന്ന് കുറേ പേർ പറയുന്നുണ്ട്. അങ്ങനെ എന്താ റീന സതീശൻ പറഞ്ഞു, പ്രവി സങ്കടങ്ങളുടെയും പോയി കമന്റ് പോയി. മിനിനാർ പറഞ്ഞു, പ്രജിൻ പ്രവിത നിങ്ങളുടെ പാട്ട് കേട്ടപ്പോൾ മനസ്സിന് റിലാക്സ് ആയി. ഞങ്ങൾ ഇടുക്കി കട്ടപ്പനക്കാർക്ക് നല്ല ശക്തമായ മഴയാണ്. എന്തായാലും 24 കണ്ടിട്ടേ ഉറങ്ങുന്നുള്ളൂ. അങ്ങനെ ചെയ്യാവൂ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സിൽ മിക്കതും മഴയെക്കുറിച്ചുള്ള കമന്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ നമ്മൾ പഴയ ആ ഫോമാറ്റിലേക്ക് തന്നെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കറിയാം, പ്രേക്ഷകർ കൂടി ഈ ഷോയുടെ ഭാഗമാണ്. അക്കാര്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തുടക്കത്തോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് 24-ൻ്റെ സ്ക്രീനിലെത്താൻ കഴിയുക? ഇതാ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലേക്കൊരു QR കോഡ് വരുന്നു. ഈ QR കോഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്യുക. ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്കൊരു സൂം പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റും. അവിടെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ 24-ൻ്റെ ഈ മാജിക് സ്ക്രീനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാം. ലോകമുള്ള മൊത്തം മലയാളികളും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങളെ കാണാം. അപ്പോൾ അത് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് പോവാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇതേ QR കോഡ് നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മളുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ പെട്ടെന്ന് ചെയ്യുക. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യത്തിലേക്കും അതിന്റെ വിവരങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് വന്നത്. ഗവിയിലും പാലക്കാട് പറമ്പിക്കുളത്തും വിനോദസഞ്ചാരികൾ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. വാഹനങ്ങൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി.
പത്തനംതിട്ട ഗവിയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കുറുവിലങ്ങാട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറിന് നേരെയാണ് പിടിയാന പാഞ്ഞെടുത്തത്. കാറിന്റെ ബോണറ്റിന്റെ ഒരു ഭാഗം ആന തകർക്കാൻ ശ്രമിച്ചു. പാലക്കാട് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലും വിനോദസഞ്ചാരികൾ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടു. ഇന്ന് ഉച്ചയോടെയാണ് ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പന് വൈദ്യുതാഘാതമേറ്റെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലായിരുന്നു ജഡം. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പ്രദേശത്ത് 4 മാസം മുമ്പ് കാട്ടാനാക്രമണത്തിൽ ഇന്ദിര എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. അപ്പൊ നമുക്ക് ഇനി ഒരു ശുഭവാർത്തയിലേക്ക് പോയാലോ? ഇത്രയും നേരം നമ്മൾ കുറച്ച് വിഷമം നിറഞ്ഞ അല്ലെങ്കിൽ ഇന്നത്തെ സീരിയസ് വാർത്തകളായിരുന്നു. അടുത്ത അല്പം നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന വാർത്തയിലേക്കാണ്. നമുക്കറിയുന്നത് പോലെ കോഴിക്കോട് കഴിഞ്ഞ കുറേ മാസങ്ങളിൽ നടന്ന ഒരു സമരം ഉണ്ടായിരുന്നു ആവിക്കലിലെ ആ മാലിന്യ പ്ലാന്റ് നിർമ്മാണത്തിനെതിരെ. അപ്പോൾ നിരന്തരം ജനങ്ങൾ രംഗത്ത് വരികയും ഒരുപാട് സഹനം നടത്തിയാണ് ആ സമരത്തിൽ പങ്കുചേർന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു തീരുമാനം അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതെ, ആവിക്കലിലെയും കോതിയിലെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പിന്മാറി എന്നുള്ളതാണ് ആ വാർത്ത. 2 പ്ലാന്റുകളും ഒന്നാക്കി വെസ്റ്റ് ഹിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭൂമിയിൽ നിർമ്മിക്കും. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല ഈ തീരുമാനമെന്ന് മേയർ ബീന ഫിലിപ്പ് 24-നോട് പറഞ്ഞു. കോതിയിലെയും ആവിക്കലിലെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഉയർന്നത് വൻ ജനകീയ പ്രതിഷേധം. ജനം ഒന്നാകെ തെരുവിലിറങ്ങി. പോലീസ് നടപടിയായി, കേസായി, കോടതിയിലുമെത്തി. ഒടുവിൽ 2ഇടത്തും പ്ലാന്റ് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം. കളക്ടർ യോഗം ചേർന്ന് തൊട്ടു പിന്നാലെ കൗൺസിലിന്റെ നിർണായക തീരുമാനം. ഒരർത്ഥത്തിൽ ആർക്കും വേദനയില്ലാത്ത രീതിയിൽ നമുക്കിത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് കോർപ്പറേഷൻ കാണുന്നത്. അതൊരു വാശിയുടെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ശരിക്ക് RRF നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ ഒരു പക്ഷേ നമ്മുടെ കൊതിയിൽ ആവിക്കൽ തോടിൻ്റെ അവിടുത്തെ ആ സ്ഥലത്തേക്ക് നമുക്ക് RRF കൊണ്ടുവരാൻ പറ്റും. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. വെസ്റ്റ് ഹിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭൂമിയിലാണ് പ്ലാന്റ് നിർമ്മിക്കുക. ഇതിനായി പുതിയ DPR തയ്യാറാക്കും. ആവിക്കലിൽ സമരം നടത്തിയ 316 പേർക്കെതിരെയും കോതിയിൽ 64 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിക്കണമെന്ന് UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. ഒരു ജനകീയ സമരം കൂടി അങ്ങനെ വിജയം കാണുമ്പോൾ അതിൽ സന്തോഷമുണ്ട്. നിരന്തരം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതുമാണ്. എനിക്ക് തോന്നുന്നു അവിടെ പോലീസ് നടപടി ഉണ്ടാകുമ്പോൾ, ലാത്തിച്ചാർജ് നടന്നപ്പോൾ അവിടെ ആൾക്കാർ വാവിട്ട് കരഞ്ഞപ്പോൾ അതൊക്കെ ദൃശ്യങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിയതുമാണ്. ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു. അവരുടെ ആ ആശങ്ക എല്ലാം മാറുകയുമാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്. നേരത്തെ പറഞ്ഞാണ് വയനാട് മേഖലയിൽ ശക്തമായ മഴയുണ്ട്. അവിടെ പുത്തുമലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി എന്ന വാർത്തയാണ്. നേരത്തെ പ്രവിധ പറഞ്ഞുള്ളൂ. ആ മേഖലയൊക്കെ തന്നെ നേരത്തെ ഇതുപോലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ മേഖലയാണ്. നമുക്കറിയാം രാവിലെ 8:30 മുതൽ ഇതുവരെ ലഭിച്ച മഴ 163 മില്ലിമീറ്റർ എന്നാണ്. അപ്പോൾ ശക്തമായ മഴയുണ്ടെന്നാണ് അർത്ഥം. രാത്രിയിലും മഴ തുടർന്നാൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുമുണ്ട് അധികൃതർ. രാത്രിയിൽ മഴ തുടരാനുള്ള സാധ്യത കൂടിയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ മറ്റൊരു അപകടം കൂടെ വരുന്നു പ്രവിധ. മലപ്പുറം വാഴൂർ പുഞ്ചപ്പാടത്ത് കാർ പാടത്തേക്ക് മറിഞ്ഞു എന്നാണ് വാർത്ത. റോഡിലെ വെള്ളക്കെട്ടുള്ളതിനാൽ പാടവും റോഡും തിരിച്ചറിഞ്ഞില്ല. അത് വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കൈവരികളില്ലാത്ത റോഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവും ഈ സമയത്ത് രാത്രിയിൽ. കാറിലുള്ളവർ പക്ഷേ പരിക്കൊന്നും ഏറ്റിട്ടില്ല. കാർ ഇപ്പോൾ റോഡിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നും സമീർ ബിൻ കരീം അറിയിക്കുന്നത്. അതെ, അതൊരു വലിയ ആശ്വാസമാണ്. ആർക്കും പരിക്കില്ല എന്നുള്ളത്. നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഡോക്ടർ എന്നിലേക്കാണ്. ഇന്നലെ സമീകൃത ആഹാരം എന്താണെന്ന് ഡോക്ടർ നമുക്ക് മനസ്സിലാക്കി തന്നു. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന 7 ഘടകങ്ങളെ കുറിച്ച് ഇന്നലെ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓരോന്നും എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം എന്ന ഘടകത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് നാം കഴിക്കുന്ന ആഹാരത്തിൽ എന്ന് പറഞ്ഞു തരികയാണ് ഡോക്ടർ സൗമ്യ സരൺ. ദൈനംദിനം നമ്മൾ കഴിക്കുന്ന ബാലൻസ് ഡയറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം. പക്ഷേ ഇതേ അന്നജത്തെ തന്നെ ഇരുതല മൂർച്ചയുള്ള വാള എന്നുകൂടി വിളിക്കേണ്ടതായിട്ട് വരും. കാരണം
നമുക്കൊരു ദിവസം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട എനർജി അഥവാ കലോറി നമുക്ക് തരുന്നത് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ നമുക്കൊരു ദിവസം ആവശ്യമായ കാലറിയിൽ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ എക്സസ് കാലറി ഒക്കെ മാറുന്നത് കൊഴുപ്പായിട്ടാണ്. ഇതേ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി അടിഞ്ഞ് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാക്കുന്നതും അതിന്റെ തുടർച്ചയായി ബിപിയും ഷുഗറും അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങളും അങ്ങനെയുള്ള ജീവിതചര്യാ രോഗങ്ങൾ നമുക്ക് വന്നുപെടുന്നതും. സോ ചുരുക്കി പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് വേണ്ടതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതേ ആൾ തന്നെ നമുക്ക് പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. എന്തിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്? പ്രധാനമായിട്ടും ധാന്യങ്ങളിലാണ്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് തുടങ്ങിയ വലിയ ധാന്യങ്ങളിലും ചെറുധാന്യങ്ങളായിട്ടുള്ള റാഗിയിലൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കിഴങ്ങുവർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, മരച്ചീനി എന്നീ കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. സോ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ മിതമായി മാത്രം കഴിക്കുക. ഓവറായി കഴിച്ചാൽ ഇതെല്ലാം മാറുന്നത് കൊഴുപ്പായിട്ടാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ അത് അധികമായാൽ പ്രശ്നമാണ്. അധികമായാൽ എന്തും അമൃതായാലും അത് വിഷമാണ്, നമുക്കറിയാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയട്ടെ. നേരത്തെ നമ്മൾ ഒരു QR കോഡ് കാണിച്ചിരുന്നില്ല, നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താനുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നു എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്യാമറ ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ കാണണ്ടേ നമുക്ക്. അപ്പോൾ അതിന് ക്യാമറ ഓൺ ചെയ്ത് തന്നെ വിളിക്കുക. വീഡിയോ കോൾ ചെയ്യുന്നവർ ദയവായി അത് ശ്രദ്ധിക്കുക. വീഡിയോ കോൾ ആണ്, വോയിസ് കോൾ അല്ല, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നല്ല വെളിച്ചമുള്ള റേഞ്ച് ഉള്ള ഒരിടത്ത് ഇരുന്നിട്ട് വേണം വിളിക്കാൻ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ലാഗ് ഇല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. പിന്നെ TV-യിൽ ശ്രദ്ധിക്കരുത്, സംസാരിക്കുമ്പോൾ നമ്മളെ മാത്രം, നമ്മുടെ ശബ്ദം മാത്രം കേട്ട് സംസാരിക്കണം എന്നും കൂടി അപേക്ഷിക്കുകയാണ് പ്രേക്ഷകരോട്. യെസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ചെന്നൈയിലേക്ക് വിട്ടാലോ? അതെ, അവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന, പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരിടമുണ്ടെന്നാണ് മനീഷ് മൂർത്തി പറയുന്നത്. യെസ്. അപ്പോൾ ഒരു നോൺ വെജ് കടയിലേക്ക് തന്നെയാണ് പോകുന്നത്. കേരളത്തിന്റെ തനത് രുചിക്കൂട്ടുകളുമായി ഒരു 10 പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിഭവങ്ങളിൽ പ്രധാനവും സ്പെഷ്യലും എന്ന് പറയുന്നത് ബീഫ് ഐറ്റംസ് ആണ്. പുളിക്കും. പ്രജൻ, പ്രവിത, വടക്കം. നമുക്കേ നല്ല ബീഫ് കഴിക്കാൻ പോയാലോ? ചെന്നൈയിൽ ഒരു 12ഓളം വെറൈറ്റി ബീഫ് ഐറ്റംസ് കിട്ടുന്നൊരു കട ഇതാ, കോട്ടയം കഫേ. മുഖപ്പേർ വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കഫേ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ബീഫ് വിഭവങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാം. കോട്ടയത്തുള്ള മാന്നാർ ബുധനൂർ സ്വദേശിയായിട്ടുള്ള അജയകുമാറാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് അജയേട്ടനോട് എങ്ങനെയാണ് ചെന്നൈയിലെത്തിയെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ചെന്നൈയിലേക്കുള്ളൊരു വരവ് എങ്ങനെയാണ്? ചെന്നൈയിലേക്ക് വന്നത് ഒരു വർഷങ്ങൾ 10-15 വർഷമായി ചെന്നൈ എത്തിയിട്ട്. ഞാൻ വേറെ ഫീൽഡോടാണ് ചെന്നൈയിലെത്തിയത്. ഒരു 10-12 വർഷക്കാലം കോയമ്പേട് മാർക്കറ്റ് ബിസിനസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു മാറ്റം അങ്ങനെ മാറി ഫുഡിൻ്റെ ഫീൽഡിലേക്ക് ഒരു 12 വർഷമായിട്ടുണ്ട്. നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇപ്പം 7 വർഷം കഴിയുകയാണ്. നമ്മുടെ എടുക്കലെന്ന് പറഞ്ഞാൽ ബീഫ് ഐറ്റം തന്നെ പറഞ്ഞൊരു 10 വകയായിട്ടുള്ള ഐറ്റം ഉണ്ട്. 10-ന് മേലെ ഉണ്ട്. നമ്മുടെ സിറിയൻ ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ്, സെമി ഗ്രേവി, ബീഫ് കറി, BDF, ബീഫ് ചില്ലി ഫ്രൈ, ചില്ലി ബീഫ്, ഗാർലിക് ബീഫ്, ജിഞ്ചർ ബീഫ്, അങ്ങനെ 10-ന് മേലുള്ള ഐറ്റങ്ങൾ നമ്മളിൽ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ബീഫ് ഫ്രൈ ആണ്, ബീഫ് പുലർത്തിയത്, സിറിയൻ ഫ്രൈ, എല്ലാം ഒരേ സെയിം തന്നെയാണ്. പിന്നെ രണ്ടാമത് സെമി ഗ്രേവി, പൊറോട്ട കഴിക്കാൻ വേണ്ടി ബീഫ് കറി, ബീഫ് റോസ്റ്റ്, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ളത്. എല്ലാം കേരള റെസിപ്പി. അത് ചില്ലി ബീഫ് അല്ലാതെ ബീഫ് ചില്ലി ഫ്രൈ ഉണ്ട്, അതൊക്കെ ഒന്ന് കേരള റെസിപ്പി. അത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ, അതായത് പിന്നെ സ്നാക്സ് ഉണ്ട്, കേരള പൊറോട്ട, അതുപോലെ അപ്പം, പുട്ട്, അങ്ങനെ ഇവിടുത്തെ അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ ഇവർ ചെയ്തു കൊടുക്കുന്ന വിഭവങ്ങളൊക്കെ എന്തായാലും നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം കേരള മസാലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ്. അത് കേരളത്തിൻ്റെ തനത് രുചി തന്നെയാണ് ഇവിടെ. പിന്നെ കോട്ടയം സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, മലബാർ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കോട്ടയം കഫേ ചെന്നൈയിൽ മലയാളികൾക്കിടയിൽ ഒരു മാറ്റി നിർത്താൻ പറ്റാത്തൊരു രുചിയായി എന്തായാലും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല
നല്ല ഫുഡാണ്. ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് അജയേട്ടൻ്റെ ഫുഡ് റെഗുലറായിട്ട് അജയേട്ടൻ്റെ കോട്ടയം കുപ്പിയുടെ ഫുഡ് ഞങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നു. ഫാമിലിയായിട്ട് ചെന്നൈയിലുള്ളവർക്ക് ഒരു റെക്കമെൻഡഡ് സ്പോട്ടാണ് നമ്മുടെ നാട്ടിലെ രുചി. എക്സ്പെഷ്യലി കോട്ടയംകാരൻ എന്ന നിലയിൽ നാട്ടിലെ രുചികൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എക്സ്പെഷ്യലി പൊറോട്ടയും കറികളും എല്ലാം നല്ലത്. ബീഫ് കൊണ്ട് അവിടെ പൂക്കളിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കോട്ടയം കഫേയിലെ ബീഫിൻ്റെ വിശേഷങ്ങൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഷോ തുടർന്നോളൂ. ഇല്ല ഏതെങ്കിലുമൊക്കെ തീർക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. രണ്ടാളാണ് അവിടെ പോയത്. ആ ടേബിളിൽ നിരത്തിരിക്കുന്ന ബീഫ് പ്ലേറ്റ്സ് എത്ര ഞാൻ എനിക്ക് എണ്ണാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് പറയണത് പൂക്കളം പോലെ ഉണ്ടെന്ന്. അത് എത്ര തീർത്തുന്നൊക്കെ ഒന്ന് ചോദിക്കണം. മനുഷ്യമൂർത്തി ഒന്ന് വിളിക്കണം ഷോ കഴിഞ്ഞിട്ട്. ഇതിലിതാ ഇപ്പം നല്ല രസമുള്ളൊരു കമന്റ് വരുന്നുണ്ട് കേട്ടോ. സജിത് രമണൻ ദുബായ് പ്രജന്റെയാണ് വിളിച്ചിരിക്കുന്നത്. പ്രജന്റ് ബ്രോ, ട്രാഫിക് ജാം കാരണം റൂമിലെത്താൻ വൈകി. ഷാർജ സാഡ് എന്നാണ് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. റൂമിൽ വന്നപ്പോൾ ദാ പാകിസ്ഥാനി ബൈ ഒറ്റയ്ക്കിരുന്ന് ഗുഡ് നൈറ്റ് ഷോ കാണുന്നു. പാകിസ്ഥാനി ബായ്, അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ റൂംമേറ്റ് ആണ്, ഒരു പാകിസ്ഥാനിയാണ്. അദ്ദേഹം ദാ ഒറ്റയ്ക്കിരുന്ന് ഗുഡ് നൈറ്റ് ഷോ കാണുന്നു. മലയാളം അറിയാം, നിങ്ങളുടെ സോങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. സജിത്ത് ആണ്, സജിത് രമണൻ. സജിത്ത് എന്തായാലും ഞങ്ങൾക്ക് അത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളുടെ ഈ പ്രോഗ്രാം പാകിസ്ഥാനിയുടെ ഇടയിൽ വരെ അറിയപ്പെടുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? കൂടുതൽ കമന്റുകൾ വായിക്കാം. നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. ഫ്രെയിമിലേക്ക് എത്താൻ നേരത്തെ പറഞ്ഞല്ലോ, ആ QR കോഡ് സ്കാൻ ചെയ്ത് പെട്ടെന്ന് വിളിച്ച് സ്ക്രീനിലേക്ക് എത്താം. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപിക്കുന്നു. ഇന്ന് 12,103 പേർ ചികിത്സ തേടി. കൂടുതൽ രോഗികൾ മലപ്പുറത്ത്. കൊല്ലത്ത് ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കൊട്ടിയം പറക്കുളം സ്വദേശി അൽ അമീനാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ വാഹനാപകടം. ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ട്രേഡ് മാർക്ക് ലംഘനത്തിന് പതഞ്ജലി ആയുർവേദ ലിമിറ്റഡിന് 4 കോടി രൂപ പിഴ. ബോംബെ ഹൈക്കോടതി നടപടി മംഗള ഓർഗാനിക്സ് ലിമിറ്റഡിന്റെ പരാതിയിൽ. ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറിയെ കൺവീനറാക്കി സമിതി രൂപീകരിച്ചു. നേര്യമംഗലം കട്ടപ്പന സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ ഗതാഗത തടസ്സം കീരിത്തോടിനും പകുതിപ്പാലത്തിനും ഇടയിൽ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ വാർത്ത, അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരിക്കൽ കൂടി മലപ്പുറം വാഴിയൂരിലാണ് സംഭവം. പുഞ്ചപ്പാടത്ത് കാർ വയലിലേക്ക് മറിഞ്ഞു. വെള്ളക്കെട്ട് കാരണം റോഡും വയലും ഡ്രൈവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ എന്തായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് തിരൂരിൽ. സമീർ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? രാത്രി 10 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മലപ്പുറം വാഴയൂർ പുഞ്ചപ്പാടത്താണ് ഈ കാർ ഈ വയലിലെ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കനത്ത മഴയും ഒപ്പം തന്നെ വെള്ളക്കെട്ടും ഉണ്ടായത് മൂലം ഈ കാറിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് ഈ റോഡും പാടവും തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ കാറിലുണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് ഫയർഫോഴ്സും മറ്റും എത്തിയാണ് കാർ റോഡിലേക്ക് കയറ്റി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം അപകടങ്ങളും ഉണ്ടാകുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും. ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു ആ QR കോഡ് ഒന്നുകൂടി കാണിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ തെളിഞ്ഞു വരും. അത് ആ QR കോഡ് സ്കാൻ ചെയ്യുക. അത് നേരെ നമ്മുടെ അതിൽ ഒരു ലിങ്ക് വരും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൂമുമായിട്ട് അത് കണക്റ്റ് ആവും. അപ്പോൾ നല്ല റേഞ്ചുള്ള സ്ഥലത്ത് വെട്ടമുള്ളിടത്ത് ഇരുന്നിട്ട് വേണം വിളിക്കാൻ. ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രേക്ഷകരുടെ കോളിനായി. യെസ്, ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങ് മാൾട്ടയിൽ നിന്നാണ്. സോണി എന്നാണ് പേരെന്ന് തോന്നുന്നു. ഹായ് സോണി ബ്രോ. ഹായ് സോണി. ഹായ്, എന്തുണ്ട്? സുഖായിരിക്കുന്നോ സോണി? സുഖമായിരിക്കുന്നു. മാൾട്ടയിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. എത്ര വർഷമായി മാൾട്ടയിൽ എത്തിയിട്ട്? ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഒരു വർഷത്തെ മാൾട്ട ജീവിതം? നമ്മുടെ നാടുമൊക്കെ പോലെ തന്നെയാണോ? നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് ചില പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മലനിരകളും എല്ലാം ഉള്ള നല്ല 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 നാട്ടുപ്രദേശം പോലെ തന്നെയാണ്. സോണിയുടെ നാട്ടിലെവിടെയാ? ചൂടും തണുപ്പും. ഞാൻ കോട്ടയം ഭാഗത്താണ്. കോട്ടയാണല്ലേ? ഓക്കെ, അപ്പൊ കോട്ടയം മിസ് ചെയ്യുന്നുണ്ടോ സോണി? തീർച്ചയായിട്ടും.
അപ്പം ഒറ്റയ്ക്കാണോ അവിടെ? ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടോ? കസിൻസ് ഉണ്ട്. ശരി. അപ്പൊ നാട്ടിലേക്ക് ഇനി എപ്പോഴും വരും? 1 വർഷമായി പോയിട്ടല്ലേ? 1 വർഷമായി. മാൾട്ടയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഷോ കാണാറുണ്ടോ? ഗുഡ് നൈറ്റ് ഷോ കാണാറുണ്ടോ? 24 കാണാറുണ്ടോ? ഒരു വലിയ ആരാധന തന്നെയാണ്. ആദ്യ നാള് തൊട്ട് തന്നെ 24 തന്നെയാണ് വീട്ടിലും നമ്മൾ കാണുന്നത്. പിന്നെ മെയിനായിട്ട് 24ന്റെ എല്ലാ വാർത്തകളും നമ്മുടെ ഫോട്ടോസ് വരുന്നതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും എല്ലാം സ്റ്റാറ്റസ് ഇടുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ വാർത്ത ഇടയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ കട്ടായി പോവുകയാണെങ്കിൽ അവർ പറയും വാർത്ത കാണാത്തതുകൊണ്ട് വിഷമമുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ 24ലാണോ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ, 24 പ്രേക്ഷകരുടെ തന്നെ ഒരു ഫാമിലി ഉണ്ട്. നിഖിൽ പ്രമേശ് നമ്മുടെ ചേട്ടനും നമ്മുടെ മധു ചേട്ടനും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്. ആണോ? ഓക്കെ. നിഖിലിന്റെ ഒക്കെ ഫ്രണ്ട് ആണോ? നിഖിലും മധുചേട്ടനൊക്കെ കാണുന്നുണ്ടാവും ഇത്. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കാട്ടോ. ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. സോണി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതെ അതെ, ഇടയ്ക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ സോണി, ഇനിയും ഞങ്ങൾക്ക് ആ പിന്തുണ തരണം, പ്രോഗ്രാംസ് കാണണം. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചു കൊടുക്കാറുണ്ട്. 24 കണ്ടിട്ട് ഒരു ജേർണലിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അവിടുന്ന് ഒരു സപ്പോർട്ടോടെ കിട്ടിയാൽ ഞാൻ എല്ലാത്തിനും തീർച്ചയായിട്ടും വാർത്തകൾ അറിയിക്കാനുള്ള നമ്പറുണ്ട്. വാർത്തകൾ അറിയിക്കാനുള്ള നമ്പറും വാട്സാപ്പിൽ നിങ്ങൾക്ക് അത് ദൃശ്യങ്ങളൊക്കെ അയക്കാനുള്ള നമ്പറൊക്കെ ഉണ്ട്. അത് വൈകാതെ കാണിച്ചു തരാം. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇവരുടെ നമ്പർ ഉണ്ട്, അതുകൂടെ എഫ്ബിയിലും എന്റെ നമ്പർ കിടപ്പുണ്ട്. എന്തെങ്കിലും അവിടെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് കോൺടാക്ട് ചെയ്താൽ മതി. ശരി, ഓക്കെ. താങ്ക് യു സോണി, താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും അന്വേഷിച്ചെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ കാശ്മീർ ചേട്ടനോട് പറയാം. എല്ലാവരോടും പറയാം. അപ്പോൾ മാൾട്ടയിൽ നിന്ന് സോണിയാണ് വിളിച്ചത്, കോട്ടയംകാരനാണ്. അപ്പോൾ നമ്മുടെ 24ന്റെ ഫാമിലി മെമ്പറാണ്. ഒരുപാട് സന്തോഷം സോണിയായിട്ട് സംസാരിക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ മാൾട്ടയിൽ നിന്ന് നേരെ നമ്മുടെ യൂറോപ്പിലെ തന്നെ പാരീസിലേക്ക് പോവുകയാണ്. ഒളിമ്പിക് വിശേഷങ്ങൾ നോക്കാം. ഈ പാരീസ് ഒളിമ്പിക്സ് തുടങ്ങിയത് മുതൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പേരാണ് മനു ഭാക്കർ. അതെ, ആദ്യം മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയ മിടുക്കിയാണ്. അപ്പോൾ മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ ഡബിൾസിൽ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി സാത്വിക് ചിരാഗ് സഖ്യം മാറിയിട്ടുമുണ്ട്. അതേസമയം ഷൂട്ടിംഗ് എയർ റൈഫിൾ പുരുഷ വനിതാ ഫൈനലിലും അമ്പയത്തിലും തിരിച്ചടി നേരിട്ടു. ഹോക്കി ടീം അർജന്റീനയോട് സമനില വഴങ്ങുകയും ചെയ്തു. ഇന്ന് മനുവിലൂടെ മെഡൽ മോഹിച്ച് വീണ്ടും ഇന്ത്യ. 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിൽ വെങ്കലം നേടി പാരീസിൽ ഇന്ത്യൻ അക്കൗണ്ട് തുറന്ന മനു ഭാക്കർ മിക്സഡ് ടീം വിഭാഗത്തിലും മെഡൽ പ്രതീക്ഷയാവുന്നു. യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം വെങ്കല മെഡൽ പോരാട്ടത്തിന് കളമൊരുക്കിയത്. ഈ ഇനത്തിൽ കൂടി പോഡിയത്തിലെത്താനായാൽ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ചരിത്രത്തിൽ ഇന്ത്യക്കായി 2 മെഡൽ നേടുന്ന ആദ്യ താരമാകും മനു ഭാക്കർ. അതേസമയം എയർ റൈഫിൾ പുരുഷ വനിതാ വിഭാഗം ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കാലിടറി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അർജുൻ ബാബുദ 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടപ്പോൾ രമിത ജിൻഡാലിന് നേടാനായത് 7ാം സ്ഥാനം. ബാഡ്മിന്റൺ ഡബിൾസിൽ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം മാറി. ഫ്രഞ്ച് ടീമിന്റെ പിന്മാറ്റമാണ് ഇന്ത്യൻ ജോഡിയുടെ മുന്നേറ്റം ഉറപ്പിച്ചത്. പുരുഷ സിംഗിൾസിൽ തുടർച്ചയായ 2ാം മത്സരത്തിലും ലക്ഷ്യ സെൻ ജയം ആവർത്തിച്ചപ്പോൾ വനിതാ ഡബിൾസിൽ അശ്വിനി ടാനിഷ സഖ്യം തോറ്റു. അമ്പെയ്ത്ത് പുരുഷ ടീം വിഭാഗത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ വീണു. റാങ്കിങ്ങിൽ പിന്നിലുള്ള തുർക്കിയോട് 6-2 ഇന്ത്യൻ സഖ്യത്തിന്റെ തോൽവി. ഹോക്കിയിൽ അർജന്റീനയോട് ഇന്ത്യ 1-1 സമനിലയും വഴങ്ങി. ഒളിമ്പിക്സ് ഡെസ്ക് 24. അതെ, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ പ്രതീക്ഷിക്കുന്ന ഷൂട്ടിംഗ് മത്സരം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അതുപോലെ ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങുന്ന മറ്റ് മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനിൽ വാസു തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ കാണാം. ഷൂട്ടിംഗ് റേഞ്ചിൽ മനു ഭാക്കറിലൂടെ മെഡൽ മുഴക്കത്തിന് വീണ്ടും ഇന്ത്യ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം വിഭാഗത്തിൽ മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യത്തിന്റെ വെങ്കല മെഡൽ പോരാട്ടം ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. ഒരിക്കൽ കൂടി പോഡിയത്തിലെത്താനായാൽ ഷൂട്ടിങ്ങിൽ 2 തവണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാകും
മനു ഭാക്കർ. ബാഡ്മിന്റണിൽ ക്വാർട്ടർ ഉറപ്പിച്ച സ്വാതിക് ചിരാഗ് സഖ്യം ഗ്രൂപ്പിലെ 3-ാം മത്സരത്തിനിറങ്ങും. വൈകിട്ട് 5:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഇന്തോനേഷ്യൻ ജോഡി. ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ അശ്വിനി ടാനിഷ സഖ്യം വൈകിട്ട് 6:30 ഓസ്ട്രേലിയൻ ടീമിനെയും നേരിടും. ഇടിക്കൂട്ടിൽ കരുത്തുകാട്ടാൻ 3 ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങുന്നു. അമിത് പാങ്കലിന്റെ മത്സരം വൈകിട്ട് 4:16. ജാസ്മിന്റെ മത്സരം 9:24 പ്രീതി പവാറിന്റെ മത്സരം രാത്രി 1:22 നടക്കും. റോവിംഗിൽ ബൽരാജ് പൻവാറിന്റെ ക്വാർട്ടർ പോരാട്ടം തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 1:40. ഹോക്കിയിൽ വൈകിട്ട് 4:45 ഇന്ത്യ അയർലൻഡിനെ നേരിടുമ്പോൾ അമ്പെയ്ത്ത് സിംഗിൾസിൽ അങ്കിത ഭക്ത്, ഭജൻ കൗർ, ധീരജ് ബൊമ്മദേവര എന്നിവർ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ഇറങ്ങും. വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിതയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ വിവാഹ വസ്ത്രങ്ങളുടെ വൻ ശേഖരവുമായി RK വെഡിംഗ് മോൾ കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പോളയത്തോടിൽ ആരംഭിച്ച 7ാമത് ഷോറൂം ദക്ഷിണേന്ത്യൻ സൂപ്പർ താരം ചിയാൻ വിക്രമാണ് ഉദ്ഘാടനം ചെയ്തത്. 4 നിലകളിലായി പ്രവർത്തിക്കുന്ന ഷോറൂമിൽ വിവാഹ വസ്ത്രങ്ങൾക്കൊപ്പം ലോകോത്തര ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. RKയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്നും ഓഫറിനെക്കാളും വളരെ വില കുറച്ച്, അതായത് കൃത്യമായുള്ള പ്രോഫിറ്റ് മാത്രമേ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് RK വെഡിംഗ് മാൾ. ഓഫർ എന്നും പറഞ്ഞു അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെന്നും പറഞ്ഞ് പ്രൈസുകൾ നമ്മൾ കൂട്ടിയിട്ടിട്ട് അത് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾ ഓരോരുത്തരും ബുദ്ധിയുള്ളവരാണ്, മനസ്സിലാക്കാൻ വളരെ കഴിവുള്ള ജനങ്ങളാണ് ഇന്നത്തെ കാലത്ത് മൊത്തത്തിലുള്ളവർ. നമ്മൾ ഒരാളിനെ പോലും പറ്റിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ആയാലും നമുക്ക് ഒരിക്കലും ഈ ഓഫർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു രീതികളുണ്ട്. ആ രീതിയിലൊന്നും ഞങ്ങൾ പോകില്ല. 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസവും ഇവിടെ ഓഫർ രീതിയിലാണ്, ഹോൾസെയിൽ വിലയിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാവുന്നു. ഒരുപാട് വിശേഷങ്ങളും വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിയെന്നാണ് കരുതുന്നത്. നാളെ 10:30 നമുക്ക് കാണാം വീണ്ടും. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്, ബൈ.